الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولوطا إذ قال لقومه إنكم لتأتون الفاحشة ما سبقكم بها من أحد من العالمين إنكم لتأتون الرجال وتقطعون السبيل وتأتون في ناديكم المنكر فما كان جواب قومه إلا أن قالوا ائتنا بعذاب الله إن كنت من الصادقين قال رب انصرني على القوم المفسدين صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് സമൂഹത്തിൽ വളരെയേറെ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഈ ഖുതുബയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ പത്രങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ സ്വവർഗരതിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ ശക്തമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പല ചർച്ചകളെ സംബന്ധിച്ചും അവയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ശ്രോതാക്കളായി സന്നിഹിതരാവുകയോ ചെയ്തിട്ടുണ്ടായിരിക്കും. വളരെ വ്യാപകമായ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക ദുശ്ശീലത്തെ സംബന്ധിച്ചും മ്ലേച്ഛകർമ്മത്തെ സംബന്ധിച്ചും പൊതുവെ ഉന്നയിക്കപ്പെടുന്ന ന്യായങ്ങൾ, വാദങ്ങൾ എന്തൊക്കെയാണ് എന്നും ഒരു സത്യവിശ്വാസി എന്നുള്ള രൂപത്തിൽ അതിനെ സംബന്ധിച്ച് നാം എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്നുമാണ് ഇന്നത്തെ ഖുതുബയിൽ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇക്കഴിഞ്ഞ ജൂലൈ 2-ാം തീയതിയിലെ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധിയാണ് ഈ വിഷയം ഈ രൂപത്തിൽ ഇത്ര ശക്തമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ ഇടവരുത്തിയത്. ഡൽഹി ഹൈക്കോടതിയുടെ വിധിയിൽ ഈ സ്വവർഗരതി എന്ന് പറയുന്ന ദുശ്ശീലമോ അല്ലെങ്കിൽ അശ്ലീല പ്രവർത്തനമോ അത് നിയമവിരുദ്ധമാക്കരുത് എന്നുള്ള രൂപത്തിൽ വിധിപ്രസ്താവം ഉണ്ടാവുകയുണ്ടായി. സ്വവർഗരതിയെ സംബന്ധിച്ച് തികച്ചും വ്യത്യസ്തമായ നാളിതുവരെയായി ഇന്ത്യൻ സമൂഹവും പൊതുവെ മനുഷ്യ സമൂഹവുമൊക്കെ പുലർത്തി വന്ന വീക്ഷണത്തിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ഡൽഹി ഹൈക്കോടതി ഈ വിഷയകമായി സ്വീകരിച്ചത്. ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത് നിലവിൽ ഭരണഘടനയിൽ ഇതിന് വിരുദ്ധമായ രീതിയിലുള്ള ചില വകുപ്പുകൾ ഉണ്ട്. ആ വകുപ്പുകൾ ഭരണഘടന പ്രധാനമായി ഈ നാട്ടിലെ പൗരന്മാർക്ക് അനുവദിച്ച മൗലികാവകാശങ്ങൾ, അതുപോലെ തന്നെ വ്യത്യസ്ത സ്ത്രീ പുരുഷന്മാർക്ക് നൽകിയിരിക്കുന്ന തുല്യത, അതുപോലെ സമൂഹത്തിലെ പൗരന്മാർക്കിടയിൽ വിവേചനരാഹിത്യം വേണമെന്ന നിർദ്ദേശം, ഇങ്ങനെ ഭരണഘടന തന്നെ അനുശാസിക്കുന്ന പല വ്യവസ്ഥകൾക്കും എതിരാണ് സ്വർഗരതിയെ നിരോധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ ഏർപ്പെടുന്ന വിഭാഗത്തെ ശിക്ഷിച്ചുകൊണ്ടോ ഉള്ള
ഭരണഘടനയുടെ വകുപ്പുകൾ എന്നാണ് ഡൽഹി ഹൈക്കോടതി അതിന്റെ വിധി പ്രസ്താവനയിൽ പറഞ്ഞത്. മൗലികാവകാശം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്, സ്വാതന്ത്ര്യമാണ്. അതിൽ കൈവക്കാൻ പാടില്ല. അതാണ് ഒരു അടിസ്ഥാനമായി പറഞ്ഞത്. രണ്ടാമതായി, സ്ത്രീ പുരുഷ വിവേചനം എന്ന് പറയുന്നത് ഭരണഘടനയുടെ മൗലികമായ സങ്കല്പത്തിന് വിരുദ്ധമാണ്. അങ്ങനെയുള്ള ഒരു വിവേചനം ഈ രീതിയിലുള്ള ശിക്ഷാ നടപടികൾ നടപ്പാക്കുന്നതിൽ ഉണ്ട്. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ തുല്യമായ പദവി എന്നുള്ളതും ഭരണഘടനയുടെ ഒരു അടിസ്ഥാനപരമായ സവിശേഷതയാണ്. ഇതിനെല്ലാമുള്ള വകുപ്പുകൾ ഭരണഘടനയിൽ തന്നെയുണ്ട്. ആ വകുപ്പുകൾക്ക് വിരുദ്ധമാണ് ഭരണഘടനയുടെ 377 വകുപ്പ് എന്നാണ് ഹൈക്കോടതിയുടെ നിഗമനവും കണ്ടെത്തലും. 377 വകുപ്പ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഭരണഘടനയിൽ ഇതുവരെ അവലംബിച്ചു വന്നതും അതുപോലെ തന്നെ എല്ലാ നീതിന്യായ സ്ഥാപനങ്ങളും പിന്തുടർന്നു വന്നതുമായ നിലപാട് സ്വവർഗരതിയെ സംബന്ധിച്ച് എന്താണ് എന്ന് ഭരണഘടനയുടെ 377 വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഭരണഘടനയുടെ 377 വകുപ്പിൽ പറയുന്നത്, പ്രകൃതിയുടെ സ്വാഭാവിക മാർഗത്തിന് വിരുദ്ധമായി ഒരു പുരുഷനുമായോ സ്ത്രീയുമായോ മൃഗങ്ങളുമായോ ലൈംഗിക ബന്ധം പുലർത്തുന്നവർക്ക് ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ 10 വർഷം തടവോ പിഴയോ ചുമത്താവുന്നതാണ് എന്നാണ്. ഇതായിരുന്നു ഇതുവരെയും കോടതികൾ പിന്തുടർന്നു വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ നിയമം. അഥവാ സ്വവർഗരതി, അതുപോലെ പ്രകൃതി വിരുദ്ധമായ രീതിയിലുള്ള ലൈംഗിക ആസ്വാദനം കുറ്റകരമായ ഒരു കർമ്മമാണ് എന്നും അതിന് ജയിൽ ശിക്ഷയോ അല്ലെങ്കിൽ പിഴയോ ഒക്കെ വിധിക്കണം എന്നുമുള്ള ഒരു നിലപാടായിരുന്നു കോടതികളും നീതിന്യായ സ്ഥാപനങ്ങളുമൊക്കെ ഇതുവരെയും തുടർന്നു വന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിരീക്ഷണമാണ്, നിലപാടാണ് ഡൽഹി ഹൈക്കോടതി ഈ വിഷയകമായി എടുത്തതും ആ നിലപാട് എന്താണ് എന്നുമാണ് നാം ആദ്യമായി പറഞ്ഞതും. ഇതിനെ തുടർന്നാണ് ഈ വിഷയം നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചാ വിഷയമാവുകയും ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും വാർത്താവിനിമയ വിനിമയ മാധ്യമങ്ങളും പത്രപ്രസിദ്ധീകരണങ്ങളുമൊക്കെ ഈ വിഷയം ഒരു സജീവ ചർച്ചാ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരികയും സമൂഹത്തിൽ ഇന്ന് അത് വലിയ ഒരു ചർച്ചയായിക്കൊണ്ട് മാറുകയും ചെയ്തിട്ടുള്ളത്. അവര് ഈ വിഷയകമായി പറയുന്ന ചില ന്യായങ്ങളുണ്ട്. കോടതിയെ ന്യായീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കോടതിയുടെ നിലപാടിനെ ശരിവെച്ചുകൊണ്ടോ ഉള്ള നിലപാട് സ്വീകരിച്ച ആളുകൾ അവർ ഈ വിഷയകമായി പറയുന്ന ചില ന്യായങ്ങളുണ്ട്. ഈ ന്യായങ്ങളെ സംബന്ധിച്ചാണ് നാം ആദ്യമായി പരിശോധിക്കേണ്ടത്. അതിൽ ഒന്നാമതായി പറയുന്ന ന്യായം, മനുഷ്യർക്ക്, ചില ആളുകൾക്ക് ജനിതകമായി ജന്മനാ തന്നെ ഈ രൂപത്തിലുള്ള ഒരു ലൈംഗിക വാസനയാണ് ഉള്ളത്. സ്വന്തം വർഗവുമായിട്ടോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രകൃതി വിരുദ്ധം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന രീതിയിലോ ഉള്ള ഒരു ജന്മവാസനയാണ് ഒരു വിഭാഗം ആളുകൾക്കുള്ളത്. അത് ജന്മനാ തന്നെ അവരുടെ ഒരു ജനിതക സവിശേഷതയാണ്. ആ ജനിതക സവിശേഷതയോട് കൂടിയായിട്ടാണ് ആ ആളുകൾ ജനിക്കുന്നത്. അത് മാറ്റിയെടുക്കുക സാധ്യമല്ല. മാറ്റിയെടുക്കാൻ സാധ്യമല്ലാത്ത ഒരു കാര്യം, ജന്മനാ തന്നെ അയാൾ ആ ഒരു രൂപത്തിലും പ്രകൃതിയിലുമാണ് ഉള്ളത് എങ്കിൽ അത് കുറ്റകരമാക്കി തീർക്കുകയും അതിന്റെ പേരിൽ അയാളെ ശിക്ഷിക്കുകയും ചെയ്യുന്നത് തെറ്റാണ്, അനീതിയാണ്, അക്രമമാണ് എന്നാണ് ഒരു ന്യായം അതിനെ സംബന്ധിച്ച് പറയുന്നത്. രണ്ടാമതായി, സമൂഹത്തിലെ ഏകദേശം 10% ആളുകളുടെ ഒരു സ്വഭാവമാണിത്. അപ്പോ കാര്യമായ ഒരു ന്യൂനപക്ഷം ഈ രൂപത്തിലുള്ള ലൈംഗിക പ്രവർത്തനങ്ങളുമായി കൊണ്ട് ജീവിക്കുന്നവരാണ്. അതിലവർ സംതൃപ്തി കണ്ടെത്തുന്നവരാണ്. അപ്പോൾ സമൂഹത്തിലെ ഇത്രയും വലിയ ഒരു ന്യൂനപക്ഷത്തെ അവഗണിക്കുകയോ അവരുടെ അവകാശങ്ങളെ നിരാകരിക്കുകയോ ചെയ്യുന്നത് ബുദ്ധിപൂർവകമല്ല, യുക്തിപൂർണമല്ല, നീതിക്ക് അനുയോജ്യമായതല്ല. അപ്പോൾ അതുകൊണ്ട് ആ അവകാശം വകവെച്ചു കൊടുക്കുക തന്നെ വേണം എന്ന് അത്തരക്കാരായ ആളുകൾ ന്യായമായി പറയുന്നു. മൂന്നാമതായി അവർ പറയുന്ന മറ്റൊരു ന്യായം,
ഈ രൂപത്തിലുള്ള നമ്മൾ പ്രകൃതി വിരുദ്ധമെന്നോ അല്ലെങ്കിൽ സ്വവർഗരതി എന്നുള്ള അവരുടെ മോഹനമായ പദപ്രയോഗം സ്വവർഗരതി എന്നാണ്. പ്രകൃതി വിരുദ്ധം എന്നവർ അംഗീകരിക്കുന്നില്ല. കാരണം ചില ആളുകളുടെ പ്രകൃതി തന്നെ അതാണ് എന്നാണ് അവർ. ഈ സ്വവർഗരതി യഥാർത്ഥത്തിൽ മനുഷ്യരിൽ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രവണതയാണത്. അപ്പോൾ അതുകൊണ്ട് അതിനെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ കുറ്റകരമായി കാണുകയോ ചെയ്യുന്നത് ശരിയല്ല എന്ന നിലപാടുകളാണ് യഥാർത്ഥത്തിൽ ഈ ഭാഗത്ത് നിന്ന്, ഇതിനനുകൂലമായി വാദിക്കുന്നവരുടെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കപ്പെടുന്നത്. ഈ ന്യായങ്ങളെ സംബന്ധിച്ചാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി, ജന്മന മനുഷ്യർക്ക് ഈ രൂപത്തിലുള്ള ഒരു വാസനകൾ ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ അവരുടെ ജന്മനാ തന്നെ ഈ രൂപത്തിലുള്ള ശീലവുമായിട്ടാണ് ജനിക്കുന്നത്, മാറ്റിയെടുക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് ശരിയായ ഒരു നിഗമനമല്ല, ശരിയായ ഒരു വീക്ഷണമല്ല, ശരിയായ അഭിപ്രായമല്ല. അത് തെളിയിക്കപ്പെട്ടിട്ടുമില്ല. നേരെ മറിച്ച് ഇത് ഈ രൂപത്തിലുള്ള പ്രവണതകളോ അല്ലെങ്കിൽ ദുസ്വഭാവങ്ങളോ അത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന മനോരോഗമാണ് എന്നുള്ള രൂപത്തിലാണ് പഠനങ്ങൾ വ്യക്തമാക്കുകയും അതുപോലെ തന്നെ ആ വിഷയകമായി കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിയ വിഭാഗങ്ങളുടെ വീക്ഷണവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ദുശ്ശീലം അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ജീവിത ശൈലി ആരിലാണ് കാണപ്പെടുന്നത് എന്ന് നമ്മൾ നിരീക്ഷണം നടത്തിയാൽ അത് പ്രത്യേകിച്ചും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വളരെ ദുഷിച്ചതായ രീതിയിലുള്ള കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്നവര്, ഒന്നുകിൽ ദുഷിച്ച രീതിയിലുള്ള മാതാപിതാക്കന്മാരുടെ വഴിവിട്ട സഞ്ചാരങ്ങൾ, അല്ലെങ്കിൽ വളരെ വൃത്തികെട്ട തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ, അല്ലെങ്കിൽ അവരുടെ സാമൂഹികമായ ചുറ്റുപാടുകൾ വളരെ വൃത്തികെട്ട രീതിയിൽ ഉള്ളത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന വിഭാഗങ്ങളിലാണ് ഈ പ്രവണത കാണപ്പെടുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതിനെ ആ രൂപത്തിലാണ് മനുഷ്യ സമൂഹം ഇന്നോളം കാണുകയും വിലയിരുത്തുകയും ചെയ്തത് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് മനുഷ്യന്റെ ജന്മനായുള്ള ഒരു പ്രകൃതിയോ സ്വഭാവമോ ആണ് എന്നുള്ള വീക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം ആ വീക്ഷണഗതികൾ ഉടലെടുക്കാൻ തുടങ്ങിയത് 1973 മുതൽക്കാണ്. അതുവരെയും യഥാർത്ഥത്തിൽ ചരിത്രാതീത കാലം മുതൽ തന്നെ മനുഷ്യ സമൂഹത്തിൽ നിലവിലുള്ള പല ദുഷിച്ച മ്ലേച്ഛമായ കർമ്മങ്ങളുമുണ്ട്. വ്യഭിചാരം പോലെ, അല്ലെങ്കിൽ സ്വവർഗ രതി പോലെ, അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധമായ ലൈംഗിക പ്രവർത്തനങ്ങൾ പോലെയുള്ള സംഭവങ്ങൾ മനുഷ്യ ചരിത്രത്തിൽ വളരെ മുമ്പ് തന്നെ തുടങ്ങിക്കഴിഞ്ഞതാണ്. ആധുനിക ചരിത്രം തന്നെ ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങളിലോ അല്ലെങ്കിൽ ഗ്രീക്ക് റോമൻ സമൂഹങ്ങളിലുമൊക്കെ നിലനിന്നിരുന്ന ഒരു ദുസ്വഭാവമായിരുന്നു ഇത് എന്ന് വിലയിരുത്തുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ ഒരു നിലപാടും നമ്മുടെ മുന്നിൽ പറയുകയും വിശദീകരണം നൽകുകയും ചെയ്യുന്നുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ജനതയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറയുന്നു, ആ ജനതയാണ് യഥാർത്ഥത്തിൽ ഈ വൃത്തികെട്ട സംസ്കാരം ലോകത്ത് ആദ്യമായി ആരംഭിച്ചത് എന്ന്. മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, നിങ്ങൾക്ക് മുമ്പ് മനുഷ്യ സമൂഹത്തിൽ ആരും ഇത് പ്രവർത്തിച്ചിട്ടില്ല എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയുന്നത് നമുക്ക് ഖുർആൻ ഉദ്ധരിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ രീതിയിലുള്ള സ്വന്തം വർഗത്തെ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുക എന്ന് പറയുന്ന സ്വഭാവം ആദ്യമായി തുടങ്ങിയത് നിങ്ങളാണ് എന്ന് ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ ജനതയെ അധിക്ഷേപിക്കുന്നത് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതൂന ദുക്രാന മിനൽ ആലമീൻ, മനുഷ്യ സമൂഹത്തിലുള്ള പുരുഷന്മാരെയാണോ നിങ്ങൾ വൈകാരികമായി സമീപിക്കുന്നത്, ലൈംഗിക വികാരത്തോടുകൂടി സമീപിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കായി പടച്ച നിങ്ങളുടെ ഇണകളെ നിങ്ങൾ ഉപേക്ഷിക്കുകയുമാണോ ചെയ്യുന്നത് എന്നും പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സഹോദരപുത്രനായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാം എന്ന് നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ സഹോദരപുത്രനായിരുന്നു ലൂത്ത് നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഒരു മഹാവ്യക്തിത്വമായിരുന്നു എന്നും അറിയാം. അപ്പോൾ ഈ 4000 വർഷങ്ങൾക്ക് മുമ്പ്
40 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യ ചരിത്രത്തിൽ ഉടലെടുത്ത ഒരു ദുശ്ശീലമായിരുന്നു ഇത് എന്നുള്ളതാണ് ചരിത്രപരമായി അതിന്റെ യാഥാർത്ഥ്യം എന്ന് വിശുദ്ധ ഖുർആന്റെ പിൻബലത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ അത് ഈ 1973 വരെയും ഒരു വഴിവിട്ട സംഭവമായിക്കൊണ്ടോ അല്ലെങ്കിൽ സ്വഭാവമായിക്കൊണ്ടോ വൃത്തികേടായിക്കൊണ്ടോ മനുഷ്യ സമൂഹം അതിനെ മനസ്സിലാക്കി വന്നു എന്നുള്ള ദീർഘമായ ചരിത്രമാണ് അതിന് ഉള്ളത്. 1973 ഡിസംബർ 15 അമേരിക്കയിലെ സൈക്യാട്രിക് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ മനോരോഗ വിദഗ്ധരുടെ സമിതി സ്വർഗരതിയെ അത് ഒരു മനോരോഗം എന്ന് പറയുന്ന പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് അഭിപ്രായപ്പെട്ടത്. അതുവരെയും അത് ഒരു മനോരോഗമായിട്ടാണ് മനുഷ്യ സമൂഹം ഇതുപര്യന്തം വിലയിരുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജന്മനായുള്ള ഒരു പ്രകൃതിയായിട്ടോ അല്ലെങ്കിൽ മനുഷ്യന്റെ അവന്റെ സൃഷ്ടിപ്പിന്റെ ഒരു താല്പര്യമായിട്ടോ ഈ വൃത്തികേടിനെ കാണുക എന്നുള്ളത് ഇത്രയും ഏറെ 10-19 നൂറ്റാണ്ടുകളോളം മനുഷ്യചരിത്രത്തിൽ 39 നൂറ്റാണ്ടുകളോളം മനുഷ്യചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ 20-ാം നൂറ്റാണ്ടിൽ അഥവാ 1973കളിലാണ് ഈ രൂപത്തിലുള്ള ഒരു ചിന്ത തന്നെ ഉടലെടുത്തത് എന്നും അഭിപ്രായ പ്രകടനങ്ങൾ തന്നെ നടന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് 2001 ഏപ്രില് നെതർലാൻഡിലാണ് ഒന്നാമതായി സ്വന്തം വർഗത്തിൽപ്പെട്ട വ്യക്തികളെ വിവാഹം കഴിക്കാനുള്ള അനുവാദം നൽകിയത്. 2001 നെതർലാൻഡിനെ തുടർന്നുകൊണ്ട് പിന്നീട് പല രാജ്യങ്ങളിലേക്കും ഈ രോഗം പടർന്നു പിടിക്കുകയുണ്ടായി. ദക്ഷിണാഫ്രിക്ക, നോർവ, സ്വീഡൻ, ബെൽജിയം, സ്പെയിൻ, കാനഡ പോലെയുള്ള രാജ്യങ്ങൾ മുഴുവൻ പിന്നീട് തന്റെ അതേ വർഗത്തിൽപ്പെട്ട ഇണയെ തെരഞ്ഞെടുക്കാൻ അവരുമായി വൈവാഹിക ബന്ധം പുലർത്താനുള്ള അനുവാദം അനുവദിക്കുകയുണ്ടായി. ഒരു പുരുഷൻ പുരുഷനെയാണെങ്കിലും സ്ത്രീയെയാണെങ്കിലും അങ്ങനെ സ്വവർഗത്തിൽപ്പെട്ട ആളുകളെ ഇണകളായിക്കൊണ്ട് സ്വീകരിക്കാനുള്ള അനുവാദം ഈ രാജ്യങ്ങളിൽ 2001 തുടർന്നുകൊണ്ട് ഉണ്ടാവുകയുണ്ടായി. അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളും പല സ്റ്റേറ്റുകളും 2004ന്റെയും 2006ന്റെയും ഇടയിലാണ് ഈ അനുവാദം അതിലെ പ്രജകൾക്ക് നൽകിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ചരിത്രാതീത കാലം മുതൽ തന്നെ മനുഷ്യ സമൂഹം ഈ സ്വഭാവത്തോടും ഈ പ്രകൃതിയോടും അതൊരു രോഗമായിക്കൊണ്ട് മനസ്സിലാക്കുകയും ആ രൂപത്തിൽ തന്നെ അതുമായി പെരുമാറുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സമീപനം അത് അടുത്ത കാലത്ത് മാത്രം ആരംഭിച്ചതും ഈ രൂപത്തിൽ മനുഷ്യൻ ധാർമ്മികമായി അങ്ങേയറ്റം അധപ്പതിച്ച ഒരു സാഹചര്യത്തിൽ ഉണ്ടായ പുനർചിന്തയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇത് പ്രകൃതിയുടെ തന്നെ വിരുദ്ധമാണ് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. പ്രകൃതി അത് അതിന്റെ ഘടനക്കും അതിന്റെ ചലനത്തിനും അതിന്റെ നിലനിൽപ്പിനും ചില വ്യവസ്ഥകൾ ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ മതവിശ്വാസികളും അള്ളാഹു വിശ്വസിക്കുന്നവരുമായ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വ്യവസ്ഥ നിയമം എന്ന് അതിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നു. അതിൽ വിശ്വാസമില്ലാത്ത ആളുകൾ പ്രകൃതി നിയമം എന്നതിനെ വിശേഷിപ്പിക്കുന്നു. അവർക്കെല്ലാം പ്രകൃതിയാണല്ലോ. അപ്പൊ ഈ പ്രകൃതി തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യന് എല്ലാ ജീവജാലങ്ങൾക്കും അവയുടെ ലൈംഗികമായ ജീവിതത്തിന് ഒരു വ്യവസ്ഥ നിർണയിച്ചു കൊടുക്കുന്നുണ്ട്. അത് പുരുഷന് അവന്റെ തന്നെ വർഗത്തിൽപ്പെട്ട ഒരു പെൺ ഇണയെ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്ന രീതി. അത് എല്ലാ ജാതികൾക്കും എല്ലാ വർഗങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും അതേ രീതി തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളുടെ അതേ വർഗങ്ങളിൽപ്പെട്ട ഇണകളെ അവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു, നിങ്ങൾക്ക് മനസ്സമാധാനവും ജീവിതത്തിൽ സ്വസ്ഥതയും ഉണ്ടാകുന്നതിന് വേണ്ടി. അതുപോലെ വഖലഖ മിൻഹാ സൗജഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം പറയുന്നു അവന്റെ അതേ വർഗത്തിൽ നിന്ന് തന്നെ അവന്റെ ഇണയെയും അല്ലാഹു സൃഷ്ടിച്ചു. ഇങ്ങനെ മനുഷ്യനെയും അവന്റെ ഇണയെയും ഒന്നായി സൃഷ്ടിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് മനുഷ്യവർഗത്തെ നിയോഗിക്കുന്നത്. ആ ഒരു ശരീരഘടനയോടും ആ ഒരു പ്രകൃതിയോടും കൂടിയാണ് ഈ രണ്ട് വിഭാഗത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അത് മുഖേന മനുഷ്യവംശം അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ഈ വംശവും
വർദ്ധിച്ചുകൊണ്ടേയിരിക്കണമെന്നും അത് നിലനിൽക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താൽപര്യമാണ്. വർഗങ്ങൾ നിലനിൽക്കുക എന്നുള്ളത് ആവശ്യമാണ്. ഇവർ മനുഷ്യന്റെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ലൈംഗികമായ വികാരങ്ങൾ ശമിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്വാസ്ഥ്യവും സമാധാനവും ലഭിക്കുന്നതിനും പുറമെ ഈ വർഗത്തിന്റെ നിലനിൽപ്പ് കൂടി ഈ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്, ഉദ്ദേശങ്ങളിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകൃതി വിരുദ്ധമായ രീതിയിലുള്ള ലൈംഗിക ബന്ധങ്ങൾ അത് അശാസ്ത്രീയവും അതുപോലെ ബുദ്ധിശൂന്യവും അത് ശരിയായ മനുഷ്യന്റെ താൽപര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവന്റെ പ്രകൃതിക്കോ നിരക്കാത്തതുമാണ് എന്നുള്ള രൂപത്തിൽ മനുഷ്യ സമൂഹം അതിനെ വിലയിരുത്തിയതും കണക്കാക്കി വന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് അവന്റെ പ്രകൃതി. ഇതിന് വിരുദ്ധമായ രീതിയിലുള്ള ഒരു പ്രകൃതി ചില ആളുകളിൽ ഉണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ സൃഷ്ടിക്കപ്പെടുന്നത് ആ രൂപത്തിലുള്ള ജനിതക സവിശേഷതകളോട് കൂടിയാണ് എന്നും അവരെ അങ്ങനെ തന്നെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് അനീതിയാണ് എന്നുമുള്ള വർത്തമാനങ്ങൾ അത് പൊലിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രചരണത്തിന് വേണ്ടി നടത്തപ്പെടുന്ന ഒരു പ്രചാരണം മാത്രമാണ്. അതിന് യഥാർത്ഥത്തിൽ ജീവശാസ്ത്രപരമായ പിന്തുണയില്ല. പല പഠനങ്ങളും യഥാർത്ഥത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് മനുഷ്യന്റെ ഒരു വികലമായ വികാരമാണ്, വികലമായ ഒരു സ്വഭാവമാണ്. അത് ഒരിക്കലും തന്നെ അവന്റെ ജന്മന അവൻ ഉണ്ടായിത്തീരുന്നതല്ല. അവന്റെ ചുറ്റുപാടിൽ നിന്നും അവന്റെ വളർച്ചയിൽ നിന്നും സാമൂഹികമായിട്ട് അവൻ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ നിന്നും അവനിലേക്ക് ഉണ്ടായിത്തീരുന്ന ഒരു രോഗമാണ്. അത് മാറ്റപ്പെടാവുന്നതുമാണ് എന്നും ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ചികിത്സ കൊണ്ടും ബോധവൽക്കരണം കൊണ്ടും വിദ്യാഭ്യാസങ്ങൾ കൊണ്ടുമൊക്കെ ഈ രൂപത്തിലുള്ള പ്രവണതയെ മാറ്റിയെടുക്കാവുന്നതാണ് എന്നും ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാറാത്ത ഒന്നാണ്, മാറ്റാൻ സാധിക്കാത്ത ഒന്നാണ് എന്നുള്ളത് കേവലം ഇതിന്റെ അനുയായികൾ വാദിക്കുന്ന ചില വാദങ്ങൾ മാത്രമാണ്. നേരെ മറിച്ച് ചില പഠനങ്ങൾ ശാസ്ത്രീയമായി തന്നെ പല പാശ്ചാത്യൻ യൂണിവേഴ്സിറ്റികളും നടത്തിയ പഠനങ്ങളിൽ ഈ സ്വഭാവത്തിലുള്ള സ്വവർഗരതിയുടെ പ്രവണതകൾ കാണിക്കുന്ന ആളുകളെ അവരെ ചികിത്സിക്കുകയും ബോധവൽക്കരിക്കുകയും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള അവരുടെ സാഹചര്യങ്ങളിൽ നിന്ന് അവരെ മാറ്റിയെടുക്കുകയും ചെയ്യുന്നതോടുകൂടി അവരുടെ സ്വഭാവത്തിലും അവരുടെ ജീവിത രീതിയിലും ഒക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും എന്ന് വ്യക്തമാവുകയും തെളിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജന്മനായുള്ള ഒരു സ്വഭാവമാണ് എന്നോ മാറ്റാൻ സാധിക്കുകയില്ല എന്നുള്ളത് എന്നോ ഒക്കെയുള്ള വാദങ്ങൾ നിരർത്ഥമാണ് എന്നും അതിന് ശാസ്ത്രീയമായ പിന്തുണയില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ വലിയ ഒരു വിഭാഗം ആളുകൾ ഈ രൂപത്തിലുള്ള സ്വഭാവക്കാരാണ് എന്നത് ഇത് ശരിയാണ് എന്നും അതുപോലെ തന്നെ അതിന് ന്യായീകരണവും അംഗീകാരവും നൽകണം എന്നുമുള്ളതിന് തെളിവാവുകയില്ല. ഒന്നാമതായി പറയപ്പെടുന്നത് ഈ കണക്കുകൾ തന്നെ പെരുപ്പിച്ച കണക്കുകളാണ് എന്നാണ്. 10% ആളുകൾ ഈ രൂപത്തിലുള്ള സ്വവർഗരതിയുമായി ജീവിക്കുന്നവരാണ് എന്ന കണക്ക് തന്നെ അത് വളരെയേറെ പൊലിപ്പിച്ച കണക്കുകളാണ് എന്നും വസ്തുനിഷ്ഠമല്ല എന്നും പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു, സ്ഥാപിച്ചിരിക്കുന്നു. 1 മുതൽ 3 വരെയുള്ള ശതമാനം ആളുകളിലാണ് ഈ ദുസ്വഭാവം കാണപ്പെടുന്നത് എന്നാണ്. 1 മുതൽ 3 വരെ ശതമാനം മാത്രം. 10% എന്നൊക്കെ പറയുന്നത് വളരെ അതിശയോക്തി കലർന്ന കണക്കുകളാണ്. അപ്പോൾ ആ 1 മുതൽ 3 വരെയുള്ള അത് തന്നെ അങ്ങനെയുള്ള ദുസ്വഭാവങ്ങളും മനുഷ്യ സമൂഹത്തിന് യോജ്യമല്ലാത്ത രീതികളുമൊക്കെ പല സമൂഹങ്ങളിലും പല സാഹചര്യങ്ങളും പ്രചരിക്കും. അതൊക്കെ അത് നിലനിർത്തണമെന്നോ അല്ലെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കണമെന്നോ ഉള്ളതിനുള്ള തെളിവുകളായി സ്വീകരിക്കാൻ പറ്റുകയില്ല. അപ്പൊ അതിനേക്കാൾ വൃത്തികെട്ട തരത്തിലുള്ള പല കാര്യങ്ങളും ഇതിനേക്കാൾ വലിയ ഉയർന്ന ശതമാനങ്ങളിൽ സമൂഹങ്ങളിൽ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അത് അംഗീകരിച്ചു കൊടുക്കുകയും അവരുടെ ജന്മാവകാശമായി അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്താൽ മനുഷ്യ സമൂഹത്തിന് പിന്നീട് ഇവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ മറ്റു ജീവികളിൽ കാണപ്പെടുന്ന ഒരു പ്രവണതയാണ് ഇത് എന്നും മറ്റു ജീവികളിലും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ട് എന്നുമുള്ള ഒരു ന്യായം ഉന്നയിക്കാറുണ്ടല്ലോ. ഇത് ഒന്നാമതായി അടിസ്ഥാനപരമായിട്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഇതിലുള്ള തെറ്റ് മനുഷ്യ സമൂഹത്തെയും മറ്റുള്ള ജീവികളെയും ഒക്കെ ഒന്നായി കാണുന്നു എന്നുള്ളതാണ്. അത് ഇന്ന് പൊതുവെ ശാസ്ത്രത്തിനും ഇന്ന് പൊതുവെ സ്വീകരിക്കപ്പെടുന്ന മനുഷ്യചിന്തക്കുമുള്ള മൊത്തമായ തകരാറാണ്. മനുഷ്യനെ കേവലം ഒരു ജീവിയായിട്ട് ഒരു ജന്തുവായിട്ട് കാണുക,
മനുഷ്യൻ എന്ന് പറയുന്നത് 2 കാലേ ഉള്ളൂ, മറ്റുള്ളത് 4 കാലും 8 കാലും ഒക്കെ ഉള്ള ജീവികളാണ് എന്ന ഒരു വ്യത്യാസമേ ഉള്ളൂ എന്ന രൂപത്തിൽ മനുഷ്യനെ കാണുക. ഇത് അടിസ്ഥാനപരമായിട്ട് തന്നെ മനുഷ്യനെ അപമാനിക്കലാണ്, മനുഷ്യ സമൂഹത്തിന്റെ സ്ഥാനവും പദവിയും എല്ലാം നിരാകരിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദമ, ആദമിന്റെ സന്താനങ്ങളെ നാം ബഹുമാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു. ഫളൽനാഹും അലാ കസീറിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല, നാം അവരെ എന്റെ പല സൃഷ്ടികളെക്കാളും ഔന്നത്യവും ശ്രേഷ്ഠതയും നൽകി ആദരിച്ചിരിക്കുന്നു എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് അല്ലെങ്കിൽ ഭൂമിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ആദരവോടും സ്ഥാനപദവികളോടും കൂടി സൃഷ്ടിച്ച ഒരു പ്രത്യേക ഒരു സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ മറ്റ് ജന്തുജാലങ്ങളെ പോലെ ഒന്ന് എന്നുള്ള കാഴ്ചപ്പാട് ഡാർവിന്റെയും അതുപോലെയുള്ള ഭൗതിക ചിന്തകന്മാരുടെയും വീക്ഷണമാണ്. ഈ ചിന്തയാണ് ആധുനിക പാശ്ചാത്യ ചിന്തയുടെയും സംസ്കാരത്തിന്റെയും അടിത്തറ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് അവർ കാണുന്നത് മനുഷ്യനെ ഒരു പന്നിയായിട്ട്, അല്ലെങ്കിൽ മനുഷ്യനെ പന്നിയെ അല്ലെങ്കിൽ കുരങ്ങായിട്ട്, അല്ലെങ്കിൽ ഒരു പട്ടിയായിട്ട്, ഇതുപോലെയുള്ള ഒരു ജീവി എന്ന രൂപത്തിലാണ് മനുഷ്യനെ കാണുന്നത്. ഇത് അടിസ്ഥാനപരമായി തന്നെ മനുഷ്യ സമൂഹത്തിന് യോജിക്കാൻ പറ്റാത്തതും മനുഷ്യന്റെ ആ മഹത്വത്തിന് നിരക്കാത്തതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ രണ്ടാമതായി മറ്റ് ജീവികളിൽ സ്വർഗരതി എന്ന് പറയുന്ന സ്വഭാവം കാണപ്പെടുന്നുണ്ട് എന്നത് ഒരു ന്യായമായി എടുക്കുകയാണ് എങ്കിൽ അത് ഇത് അംഗീകരിക്കാനും അംഗീകരിച്ചു കൊടുക്കാനും ഇത് സ്വീകരിക്കാനുമുള്ള ഒരു ന്യായമായി പറയുകയാണ് എങ്കിൽ മറ്റു ജന്തുജാലങ്ങളിൽ വേറെയും പല പ്രവണതകളും കാണപ്പെടുന്നുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുകയും മനുഷ്യർക്കും വകവെച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. സ്വന്തം മക്കളെയോ അല്ലെങ്കിൽ കുട്ടികളെയോ തിന്നുന്ന ജീവികളെ നമുക്ക് കാണാം. പൂച്ച പോലെയുള്ള പല ജീവികളെ സ്വന്തം കുട്ടിയെ തിന്നുന്ന പല ജീവികളെയും നമുക്ക് കാണാം. അതനുസരിച്ചുകൊണ്ട് കുറെ ജീവികൾ ഇങ്ങനെ സ്വന്തം കുട്ടികളെ തിന്നുന്നുണ്ട് എന്ന് വെച്ചുകൊണ്ട് അവനവന്റെ മക്കളെ തിന്നാൻ മനുഷ്യർക്ക് അവകാശം വകവെച്ചു കൊടുക്കണമെന്ന് ആരെങ്കിലും വാദിക്കുമോ? സ്വന്തം മക്കളുമായും അതുപോലെ സ്വന്തം മാതാപിതാക്കളുമായിട്ടും ലൈംഗിക ബന്ധങ്ങൾ പുലർത്തുന്ന നിരവധി ജീവികളെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഉത്കൃഷ്ട ജീവി, അവനും പല ജീവികളിലും ജന്തുക്കളിലും ഒക്കെ ഈ സ്വഭാവമുണ്ട് എന്ന് വിചാരിച്ച് അത് ഒരു ന്യായമായി പറയുകയും അതും അവന്റെയും അവകാശമാണ് എന്ന് പറയുകയും ചെയ്യാൻ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും തന്നെ സാധ്യമല്ല. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ലജ്ജയുണ്ട്, അതുപോലെ തന്നെ സഭ്യതയുണ്ട്, അതുപോലെ മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കുക എന്നുള്ള രൂപത്തിലുള്ള അവന്റെ കുടുംബത്തിന്റെയും കുട്ടികളുടെയും ഒക്കെ ധാർമ്മികമായ നിലവാരം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതൊക്കെ മനുഷ്യന്റെ പ്രത്യേകതയാണ്. ഇതൊന്നും തന്നെ മറ്റു ജീവികളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പന്നിയുടെ ജീവിതമാവട്ടെ, നായ്ക്കളുടെ ജീവിതമാവട്ടെ, അതൊക്കെ നമുക്ക് കാണാൻ അവർ നിർലജ്ജതയുള്ള അല്ലെങ്കിൽ ലജ്ജയില്ലായ്മ, അതുപോലെ സഭ്യകരമില്ലായ്മ, ഇങ്ങനെയുള്ള പല സ്വഭാവങ്ങളും പ്രവൃത്തികളും ഒക്കെ മറ്റു ജീവികളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതൊന്നും തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രമാണമോ അല്ലെങ്കിൽ മനുഷ്യന് സ്വീകരിക്കാനും അവലംബിക്കാനും പറ്റുന്ന ഒന്നോ അല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റേതായ മാന്യത, അവന്റേതായ പദവി, അവന്റേതായ ശ്രേഷ്ഠത, ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സാമൂഹിക ക്രമമാണ് മനുഷ്യ സമൂഹം ഇന്നേ വരെ തുടർന്നു വന്നതും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് ഇതെല്ലാം മാറ്റി എഴുതിക്കൊണ്ട് മനുഷ്യൻ പട്ടിയെപ്പോലെയാവുക, പന്നിയെപ്പോലെയാവുക എന്നൊക്കെയുള്ള ഒരു രീതി സ്വീകരിക്കുന്നത് തികച്ചും അത് ബുദ്ധിശൂന്യമാണ് എന്നും മനുഷ്യന്റെ മഹത്വത്തിന് നിരക്കാത്തതാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില രോഗങ്ങൾ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ചില ദുശ്ശീലങ്ങൾ ചില ആളുകൾ പ്രകടിപ്പിക്കും. ആ ആളുകൾ പ്രകടിപ്പിക്കുന്നതെല്ലാം തന്നെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. ഇന്ന് മനഃശാസ്ത്രജ്ഞരായ ആളുകൾ പലരും പറയുന്നുണ്ട് ഈ മോഷണം അതുപോലെ കൊലപാതകം എന്നൊക്കെ പറയുന്നത് ചില ആളുകളിൽ അത് ഒരു മനോരോഗമായിട്ട് മാറുന്നുണ്ട് എന്ന്. അവർക്ക് മോഷണം ചെയ്യാതിരുന്നാൽ ഒരു തരത്തിലുള്ള ഒരു വെറി ബാധിക്കുകയും ഒരു തരത്തിലുള്ള അസ്വാസ്ഥ്യം പിടിപെടുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ കൊലപാതകം നടത്തുക എന്നൊക്കെ പറയുന്നത് അവർക്ക് ഒരു വിനോദവും ഒരു ഹോബിയുമാണ്. ഈ രൂപത്തിലുള്ള മനോരോഗികളായ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ചില ആളുകളിലും ചില പ്രത്യേകക്കാരായ തരക്കാരിലും ഒക്കെ കാണപ്പെടുന്നുണ്ട് എങ്കിൽ അതിനെ ഒരു രോഗം എന്നുള്ള രൂപത്തിൽ കാണുകയും അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയല്ലാതെ അത് ചില ആളുകൾക്ക് അങ്ങനെ സ്വഭാവമുണ്ട്, അത് വകവെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാനുള്ള അവകാശം, അതുപോലെ വേറുള്ള ആളുകളെ കൊല്ലാനുള്ള അവകാശം, ഇതൊക്കെ ഈ സ്വർഗരതി അംഗീകരിച്ചു കൊടുക്കുന്നത് പോലെ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അംഗീകരിച്ചു കൊടുക്കണം എന്നുള്ളിടത്തേക്കല്ലേ സംഗതികൾ എത്തിച്ചേരുക എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അപ്പൊ ആ രൂപത്തിൽ ചിന്തിക്കുകയാണ് എങ്കിൽ ആർക്കും എന്തും ചെയ്യാമെന്നും ഒരു തരത്തിലുള്ള നിയന്ത്രണമോ ബെല്ലോ ബ്രേക്കോ ഒന്നിനും
ഒന്നും ആവശ്യമില്ല എന്നുമുള്ള ഒരു നിലപാട് യഥാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അത് മനുഷ്യ സമൂഹത്തെ മുഴുവൻ തന്നെ ഗുരുതരമായ ആപത്തുകളിലേക്കും അപകടങ്ങളിലേക്കും കൊണ്ട് ചാടിക്കും എന്നും നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അതിനെല്ലാം പുറമെ യഥാർത്ഥത്തിൽ ഈ സ്വർഗരതിയിലൂടെ ഒരുപാട് മഹാമാറാവ്യാധികളും രോഗങ്ങളും സമൂഹത്തിൽ പടർന്നു പിടിക്കുകയും നിലവിലുള്ള പലതരത്തിലുള്ള രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ഇതാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അത് പ്രകൃതി വിരുദ്ധമാണ് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു തെളിവായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കൻ പബ്ലിക് ഹെൽത്ത് അസോസിയേഷൻ നടത്തിയ സർവേ അനുസരിച്ച് ഇന്ന് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലൈംഗിക രോഗങ്ങൾ, ഹെർപ്സ്, അതുപോലെ തന്നെ സിഫിലിസ്, മലദ്വാര ക്യാൻസർ, സ്തനാർബുദം, ഒവേറിയൻ ക്യാൻസർ, എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ, ഈ രോഗങ്ങളുടെ മുഴുവൻ അടിസ്ഥാനപരമായ മുഖ്യമായ ഒരു കാരണം ഈ സ്വർഗരതിയാണ് എന്ന് സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുകയാണ്, അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രത്തോളം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ദുശ്ശീലവും മ്ലേച്ഛമായ കർമ്മവുമാണ് യഥാർത്ഥത്തിൽ സ്വർഗരതി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് നിയമാനുസൃതമായ അംഗീകാരങ്ങൾ നൽകുകയും ആ രൂപത്തിലുള്ള ഒരു മാന്യത കൽപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് സമൂഹം നീങ്ങുകയും അതിനനുകൂലമായി ബുദ്ധിജീവികളും അതുപോലെ തന്നെ പത്രങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ സംസാരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഈ സമൂഹത്തെ എങ്ങോട്ടാണ് കൊണ്ടെത്തിക്കുക എന്ന് തീർച്ചയായും തന്നെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. 20 വയസ്സുകാരനായ ഒരു സ്വർഗരതിക്കാരൻ 30 വയസ്സാകുമ്പോഴേക്കും അയാൾ നിർബന്ധമായും എയ്ഡ്സ് രോഗിയായിട്ട് മാറും എന്നാണ് 30% ആളുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ചില പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു 10 വർഷക്കാലം ഈ രൂപത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതോടുകൂടി അയാൾ ഒരു തികഞ്ഞ ഒരു രോഗിയായിക്കൊണ്ട് മാറുകയും ലൈംഗിക രോഗിയായിക്കൊണ്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു സത്യമായിക്കൊണ്ടും ഒരു തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യമായിക്കൊണ്ടും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇത് മനുഷ്യപ്രകൃതിയോട് ഒരിക്കലും തന്നെ യോജിച്ചു പോവാത്തതും മനുഷ്യപ്രകൃതിക്ക് നിരക്കാത്തതും കുടുംബത്തിന്റെ ഭദ്രത തകർക്കുന്നതുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ സ്വർഗരതിക്കാരായ ആളുകൾ അവരിൽ നടത്തിയിരിക്കുന്ന പല പഠനങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന ഒരു 2 കൊല്ലത്തിലേക്കോ 3 കൊല്ലത്തിലേക്കോ അപ്പുറം ഈ ബന്ധങ്ങൾ ഒരിക്കലും തന്നെ തുടർന്നു പോവാൻ സാധ്യമല്ല എന്നുള്ളതാണ്, തുടരുകയില്ല എന്നാണ്. അപ്പോൾ ഇങ്ങനെ പാർട്ട്ണർമാരെ മാറ്റിക്കൊണ്ടിരിക്കുന്ന സ്വഭാവവും രീതിയുമാണ്. 100ഓളം ആളുകളുമായിട്ടാണ് ഒരു സ്വർഗരതിക്കാരൻ അവന്റെ ലൈംഗികമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് എന്ന് ചില പഠനങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇതിനെയെല്ലാം തന്നെ ഒരു മാരകമായ ഗുരുതരമായ രോഗമായി കൊണ്ട് മനസ്സിലാക്കുകയും സമൂഹത്തെ ഈ രോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതിനാവശ്യമായ രീതിയിലുള്ള ബോധവൽക്കരണവും അതുപോലെ തന്നെ കൗൺസിലിംഗ് പോലെയുള്ള നടപടിക്രമങ്ങളും സ്വീകരിക്കുന്നതിന് പകരമായി അതിനെല്ലാം തന്നെ തത്വാവിഷ്കാരങ്ങൾ നടത്തുകയും ഒരു യാഥാർത്ഥ്യങ്ങളായിട്ട് അംഗീകരിക്കുകയും ചെയ്താൽ മനുഷ്യ സമൂഹം മുഴുവൻ തന്നെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ നേരിടേണ്ടി വരും എന്ന് നമ്മൾ ഭയക്കേണ്ടതുണ്ട്. ഇവിടെയാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് വെളിച്ചം നൽകുന്നത്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം ഈ ഒരു ചരിത്രം പ്രത്യേകമായി പരിശുദ്ധ ഖുർആനിൽ ഏകദേശം ഒരു 10ഓളം സൂറത്തുകളിൽ വിശദീകരിച്ചുകൊണ്ട് ആ ജനതയുടേത് പറയുന്നുണ്ട്. അവര് സ്വന്തമായ വർഗത്തിൽപ്പെട്ട ഇണകളെയോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ലൈംഗിക ബന്ധമോ തെരഞ്ഞെടുക്കുകയും തന്റെ സ്ത്രീവർഗത്തെ പുരുഷന്മാർ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു നിലപാടുകാരായിരുന്നുവെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കടുത്ത ശിക്ഷ അവർക്ക് ഇറങ്ങിയെന്നും വിശദീകരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പലയിടത്തും ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രത്യേക അടയാളമായിക്കൊണ്ട് ആ പ്രദേശത്തെ ഇന്നും തന്നെ ചരിത്രത്തിൽ അങ്ങനെ നിലനിർത്തുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം. സദൂം എന്ന് പറയുന്ന പ്രദേശത്തെ ഈ ട്രാൻസ് ജോർഡാനിന്റെ അടുത്ത് ചാവുകടലിന്റെ പ്രദേശത്ത് സദൂം എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ജനങ്ങൾ ഈ രീതിയിലുള്ള വൃത്തികെട്ട ലൈംഗിക ആഭാസങ്ങളുടെ ഒരു വക്താക്കളായിരുന്നുവെന്നും അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷ ഇറക്കിക്കൊണ്ട് നശിപ്പിക്കുകയാണ് ചെയ്തത് എന്നും ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു, വിശുദ്ധ ഖുർആനും പറഞ്ഞു തരുന്നു. ആ പ്രദേശത്ത് ഇന്നും തന്നെ മനുഷ്യജീവൻ പോവട്ടെ ഒരു ജന്തുജാലങ്ങൾക്ക് പോലും വളരാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യവും കാലാവസ്ഥയും അന്തരീക്ഷവുമാണ് കടലിലും കരയിലും സമീപ പ്രദേശത്തുമൊക്കെ ഉള്ളത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു വ്യക്തമായ ഒരു ആയത്ത് വലക്കത്ത് തറക്നാഹ ആയത്തൻ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ അത് നമ്മളൊരു അടയാളമായി കൊണ്ട് ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ അതിനെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവത്തെ സംബന്ധിച്ച് കണ്ണു തുറക്കാതെ മനുഷ്യൻ അവരെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അദാബും ഇഖാബും ആണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഓരോ അള്ളാഹുവിന്റെ ശിക്ഷയും ഇറങ്ങുമ്പോൾ നമ്മൾ അതിനെ വേറെ ഏതെങ്കിലും വ്യാഖ്യാനങ്ങൾ നൽകി ആ രൂപത്തിൽ അതിനെ മനസ്സിലാക്കുകയും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ
വളരെ ദുഃഖകരമായ ഒരു അനുഭവമാണ്. ഇന്ന് പന്നിപ്പനി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു മാരകമായ രോഗം മനുഷ്യ സമൂഹത്തെ മുഴുവൻ തന്നെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുകയാണ്. നമ്മുടെ അടുത്തേക്കും അതുപോലെ തന്നെ നമ്മുടെ ഭൂമുഖത്തേക്കും ഈ രോഗം വന്നെത്തിയോ എന്ന് ആശങ്കിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ വളരെയേറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പന്നി തിന്നരുത് എന്നും പന്നിമാംസം കഴിക്കരുത് എന്നും പറഞ്ഞപ്പോൾ അതിലെന്താണ് ദോഷകരമായിട്ടുള്ളത്, അത് ശാസ്ത്രീയമായിട്ട് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾ അടക്കമുള്ള ആളുകൾ പോർക്കിന്റെ ഇറച്ചി തിന്നുകൊണ്ട് നടക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ആ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ ദൃഢതയും കൂടുതൽ സത്യസന്ധമാണ് എന്നുള്ള വിശ്വാസവും ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കൂടുതലായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് മുസ്ലിം സമൂഹം ഈ സാംസ്കാരികമായ ജീർണതയ്ക്കെതിരെ അവർ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെയും അവന്റെ ഖുർആനിനെയും ഒക്കെ കൂടുതൽ വിശ്വാസത്തോടുകൂടിയും കൂടുതൽ ആത്മാർത്ഥമായി അതിനെ ഉൾക്കൊണ്ടുകൊണ്ടും മുന്നോട്ടു പോവുകയും ചെയ്യണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.